ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡി എൽ നമ്പർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ലാസ്റ്റ് 2000 എത്രയാ നോക്കട്ടെ, 2001 ബില്ലും കൊണ്ട് കാണിച്ചിട്ട് ഏതാണ്ട് 15 വർഷത്തിന് മുമ്പുള്ള ബില്ല്, 25 വർഷത്തിന് മുമ്പുള്ള ബില്ലും കൊണ്ട് കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്നു. വെൽക്കം, വണക്കം. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസി, മറക്കൂ മറക്കൂ. കണ്ണ് തുറക്കാത്ത, നമ്മുടെ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഒരു മനുഷ്യരെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്ന ദൈവം എന്നുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, എന്താണ് ഈ കാണിക്കുന്നത്? ദൈവത്തിനോടാണ് ഈ ചോദ്യം. കാരണം രേണു സുധിയെ ഇനി ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യത്തില്ല. രേണു സുധിയെ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത് ഇനി സപ്പോർട്ട് ചെയ്യത്തില്ല. ഇത്രത്തോളം ഉടായ്പ, ഫ്രോഡ്, വീണ് കിടന്നിട്ടും അവളുടെ നാക്കിൻ്റെ നീളം കണ്ടില്ലേ? അവളെ മറ്റവൾ മറിച്ചവൾ. അതുമാത്രമല്ല, ക്യാൻസർ കള്ളം, പണപ്പിരിവാണ് ലക്ഷ്യം. അതുമാത്രമല്ല, ഒരു പുതിയൊരു വീഡിയോ തെളിവിനായിട്ട് കൊണ്ടുവന്ന വീഡിയോയ്ക്കകത്ത് നിന്ന് തന്നെ അതിൻ്റെ ഡേറ്റ് അടക്കം വന്ന സംഭവം ഉടായ്പാണ്. 2010-20 ഉള്ള സംഭവങ്ങൾ കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാനൊക്കെ നോക്കി. നാണമില്ലല്ലോ അല്ലേ? ഇതാണെന്നല്ലേ? നന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഫാർമ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്നൊന്നായിട്ട് കാണാന്നേ. മനുഷ്യൻ കാണാം. എന്താണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ ബില്ല് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അതായത് രേണുവിന് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തതിൻ്റെ മെഡിസിൻ വാങ്ങിയതിൻ്റെ ബില്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബട്ട് ഈ ബില്ലിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡി എൽ നമ്പർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ലാസ്റ്റ് 2000 എത്രയാ നോക്കട്ടെ, 2001 ബില്ലും കൊണ്ട് കാണിച്ചിട്ട് ഏതാണ്ട് 15 വർഷത്തിന് മുമ്പുള്ള ബില്ല്, 25 വർഷത്തിന് മുമ്പുള്ള ബില്ലും കൊണ്ട് കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നടക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നതാണോ? ഓക്കെ, നമുക്ക് ആ ബില്ലിൽ നിന്ന് തുടങ്ങാം. ഞാൻ ബില്ല് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണല്ലോ ആ ബില്ല്. ഈ ബില്ല് നമുക്കൊന്ന് സൂം ചെയ്യാം. ഇതിനകത്ത് രേഷ്മ പി തങ്കച്ചൻ, അഥവാ ഇവരുടെ പേരില്ലല്ലോ, ഇത് 2001 എന്നൊക്കെയുള്ള ചോദ്യത്തിനൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ലളിതമായ മറുപടി. ഇതിനകത്ത് ഡി എൽ നമ്പർ 413/21/2001 DT എന്ന് പറഞ്ഞിട്ട് 13/11/2001. ഇത് എന്താണ്? അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ആദ്യം അത് കാണിച്ചു തരാം. ദിസ് ഈസ് ഡ്രഗ് ലൈസൻസ് നമ്പർ. ഓക്കെ, എന്താണ് ഈ ഡി എൽ നമ്പർ എന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിനകത്ത് കാണാൻ പറ്റും. എ ഡി എൽ, drug license number, is pharma is a mandatory regulatory identifier issued by state or national drug control authorities such as CDSCO. ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി കൊടുക്കുന്ന നമ്പറാണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്, അഥവാ മെഡിസിൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിൽ ഏതാണ്ട് 2-3 വർഷം ഈ ഒരു ഫാർമ ഫീൽഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്. അതാണ് ഈ ഡി എൽ നമ്പർ കണ്ടപ്പോൾ തന്നെ എനിക്കിതിനകത്തൊരു കൗതുകം തോന്നിയിട്ടില്ല. കാരണം നമ്മളിത് ഒരുപാട് കണ്ടിട്ടുള്ള C&F നമുക്ക് ഒരുപാട് നമ്മുടെ കെമിസ്റ്റുകൾ, അഥവാ മെഡിക്കൽ സ്റ്റോറുകളും അതുപോലെ C&F ഒക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ പ്രശ്നം, ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ക്യാൻസർ എന്നുള്ളൊരു കാര്യം അഭിനയിച്ച് അവിടെ തലമുണ്ടനം ചെയ്ത് തലയിലെ മുടിയെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, കാശിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചിട്ട് അവർക്ക് ഈ നേടുന്നതിനെക്കാട്ടിലും അവർക്കല്ലാതെ വീഡിയോസൊക്കെ ചെയ്ത് വിറപ്പിച്ചിട്ടാണെന്നുള്ളത് നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ? അവരതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരുടെ അസുഖത്തിനോടൊപ്പം ജീവനും മരണത്തിനോടൊപ്പം മല്ലിടുന്ന സ്ത്രീയെ ഈ സാഹചര്യത്തിൽ ക്രൂരമായി വേട്ടയാടുന്ന മനുഷ്യ, മാ നിഷാദ അരുത് കാട്ടാള, മാ നിഷാദ അരുത് കാട്ടാള, മാ നിഷാദ അരുത് കാട്ടാള എന്നല്ലാതെ എന്താ പറയാ? നമ്മളൊക്കെ മനുഷ്യത്വം മരവിച്ചോ? രേണു സുധി എന്ന് പറയുന്ന പേര്, സുധി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നാണം കെടുത്തരുത്, കളങ്കപ്പെടുത്തരുത്. നീ ആ പേര് ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചില്ലേ?
നീ സമൂഹത്തിന് മൊത്തം വിപത്താവുന്ന രീതി സബ്സ്ക്രിപ്ഷൻ മറ്റൊന്ന് മറിച്ച് തുറന്നു കാണിച്ച് നടക്കുന്നില്ലേ? നീ അത് ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിച്ചിട്ട് രോഗാവസ്ഥയിൽ അവർ കിടക്കുകയില്ലേ, രോഗശൈലിയിൽ കിടക്കുകയില്ലേ? ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അമ്മയല്ലേ, 34 വയസ്സിൽ വിധവയായ സ്ത്രീയല്ലേ? ഈ ഒരു യൗവനയുക്തയായ ഈ പ്രായത്തിൽ ആ സ്ത്രീ മരണത്തിനോട് മല്ലടിക്കുകയല്ലേ? നിങ്ങൾക്ക് എല്ലാ വെറുപ്പുകളും എല്ലാം നിങ്ങൾ തൽക്കാലം മാറ്റി വയ്ക്കൂ. അവർ തിരിച്ചു വരട്ടെ, എന്നിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ, അവരോട് ചോദിക്കൂ. അവരുടെ വർത്തമാനം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഇപ്പോഴെന്തിനാണ് ഈ സമയത്ത്? ഒരു ശത്രുവിനും വരരുതെന്ന് ആഗ്രഹിക്കുന്ന രോഗമാണ് ക്യാൻസർ. അതിന് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ തന്നെ ഒരൊറ്റ വിഭാഗമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനകത്ത് രേണുസുധിയുടെ പേരില്ലല്ലോ എന്നാണ്. ഒരു ന്യായമായ ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് രേണുസുധിയുടെ പേരില്ലല്ലോ. ആര് പറഞ്ഞു? ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള കൈ നോക്കുക, അതിന് റൈറ്റ് ഹാൻഡാണ്. ആ സ്ഥലത്ത് ഈ DL നമ്പറിൻ്റെയൊക്കെ താഴെ നിങ്ങൾ നോക്കുക. അതിൻ്റെ താഴെ ഇത് വർഷം 2001 പലരും തർക്കിച്ചത്. ആ ഫസ്റ്റ് വിരലിൻ്റെ താഴെ തന്നെ ആ ഡേറ്റ് കിടപ്പുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് കാണാം 2020 എവിടെ ഇതാണ് 2026-27 എന്നുള്ള സംഭവം കാണുന്നുണ്ടോ? 2026-27 രേഷ്മ പി തങ്കച്ചൻ 34 years old എന്നും അവിടെ കാണാം. വൈ എന്നുള്ളത് കാണാം. അതിൻ്റെ മുകളിൽ നിങ്ങൾ പറയുന്ന സോക്കോൾഡ് 2001 മുകളിൽ കിടപ്പുണ്ട്. DL നമ്പറാണ്, ഡ്രഗ്സ് ലൈസൻസ് നമ്പറാണ്. അതിൻ്റെ താഴെ 2026-27 എന്ന് പറഞ്ഞിട്ട് 2026 രണ്ട് സ്ഥലത്ത് കിടപ്പുണ്ട്, മുകളിലും താഴെയും. ഡേറ്റാണത്. എന്താ മനുഷ്യരെ ഇങ്ങനെ? എന്തിനാണ് ഇങ്ങനെ? ആ സ്ത്രീ നിങ്ങളുടെ ആരുടെ ഒന്നിനും വരുന്നില്ല, നിങ്ങളുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരുന്നില്ല. ഇതിനകത്ത് എമൗണ്ട് അടച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്, 2 ലക്ഷത്തി സംതിങ് രൂപ. പിന്നെ പല ക്യാൻസർ പേഷ്യൻസ് പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ വോയിസ് ക്ലിപ്പുകളൊക്കെ വന്നു എന്നൊക്കെ പറയുന്നു. ഞങ്ങൾക്കും ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് 5000 രൂപയ്ക്കുള്ള വാക്സിനാണ് ആവശ്യം വന്നത്, ഞങ്ങൾക്ക് 10000 രൂപയ്ക്കുള്ളതാണ് വന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ലക്ഷങ്ങൾ, 5 ലക്ഷം, 6 ലക്ഷം, അതിനെക്കാട്ടിലും ലക്ഷങ്ങൾ വിലയുള്ള മരുന്നുകളുണ്ട്. എല്ലാം ഒരേ ടൈപ്പ് ഡിസീസസ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ തന്നെ എല്ലാ ബ്രസ്റ്റ് ക്യാൻസറും ഒരുപോലെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അഫക്റ്റ് ചെയ്യുന്ന ആളുടെ ശരീരഘടന, അഫക്റ്റ് ചെയ്യുന്ന സ്ഥലം, അത് നിർണ്ണയിക്കുന്ന സംഭവം. നമ്മുടെ അടുത്തൊരു മരണം നടന്നു. ഈ മരണം നടന്നത് വളരെയധികം ഹെൽത്തി ആണെന്ന് തോന്നുകയും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന വ്യക്തിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വയ്യാതാവുന്നു. ചെക്കപ്പ് ചെയ്യുന്നു, നോക്കുമ്പോഴേക്കും 4th സ്റ്റേജ് മൊത്തം സ്പ്രെഡായി. നിങ്ങൾ മനസ്സിലാക്കണം, 4th സ്റ്റേജ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്, എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് നിൽക്കുന്നതാണ്, നമ്മളെ എല്ലാ സ്ഥലങ്ങളിലും ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, എല്ലാ തരത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. യാതൊരു ദുർശീലമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ 4th സ്റ്റേജ് ആയപ്പോഴാണ് അറിഞ്ഞത് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ. 2 months ആൾ പോയി. അതിനു വേണ്ടിയിട്ട് കുറേയധികം ലക്ഷങ്ങൾ മുടക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ബ്രൂട്ടലാടേ. ഈ ക്യാൻസറിനെക്കാട്ടിലും ക്യാൻസറസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ അടുത്താണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ആ സ്ത്രീയോട് വിരോധമാണ്, വെറുപ്പാണ്, നിങ്ങൾക്ക് അവജ്ഞയാണ്. അവരെ അവരെ നോക്കണ്ട, അവരെക്കുറിച്ച് പറയണ്ട, അവരുടെ ഏരിയ നമ്മൾ നോക്കണ്ട. അവരത്രയ്ക്കും സാമൂഹിക മാലിന്യമാണ്, സമൂഹത്തിന് മൊത്തത്തിൽ നെഗറ്റീവാണ്. വിട്ടുകളാ, അവർ പോട്ടെ. അവരിപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്താ? മരണത്തിനോട് മല്ലടിക്കുന്ന സ്ത്രീയല്ലേ. വിട്ടുകൂടി. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും ഒരു ദിവസം വീണ് കിടക്കേണ്ടവരാണെന്ന് ചിന്തിക്കണം, തളർന്ന് വീഴേണ്ടവരാണെന്ന് ചിന്തിക്കണം, ബോധം മറയാൻ സാധ്യതയുള്ളവരാണെന്ന് ചിന്തിക്കണം. നമ്മൾ പോകുന്ന ഓരോ വഴികളിലും അപകടം മറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ചിന്തിക്കണം. നമ്മളെല്ലാ സൗകര്യങ്ങളിലും ജീവിക്കുന്ന സമയത്ത്, അഭിരമിക്കുന്ന സമയത്തും നമ്മുടെ പുറകിൽ മരണം എന്നുള്ള നിഴലുണ്ടെന്ന് ചിന്തിക്കണം. നമ്മളാരും ഇവിടെ ആണ്ടുപൂണ്ട് ജീവിക്കാൻ പോകുന്നവരല്ലെന്ന് ചിന്തിക്കണം. നമ്മളാരും തെറ്റ് ചെയ്യാത്തവരല്ല എന്ന് ചിന്തിക്കണം. നമുക്ക് മാത്രമാണ് ഈ ലോകമെന്ന് ചിന്തിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, വീഴുന്നൊരു ദിവസം വരും. ആ വീഴുന്ന ദിവസത്തിൻ്റെ അകത്ത് മനസ്സിൻ്റെ അകത്ത് വന്ന് ക്രൂരമായി വേട്ടയാടുന്ന പല ഓർമ്മകളുണ്ടാവും. ആ ഓർമ്മകളുടെ അകത്ത് മറ്റൊരാളെ ഇങ്ങനെ നിരന്തരമായി വേട്ടയാടിയതിൻ്റെ പേരിൽ അതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അതുകൊണ്ടുള്ള വിധിയാണോ എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടുള്ള ഗുണഫലമാണോ, അതുകൊണ്ടുള്ള ദോഷമാണോ, അതുകൊണ്ടുള്ള കർമ്മയാണോ എന്നെ ഇപ്പം പുലുകിയിരിക്കുന്നതെന്ന് അന്ന് ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ സ്റ്റെപ്പ് ബാക്ക്. ഇപ്പോൾ അവരെ വിടുക. ഇപ്പോൾ അവർ റിക്കവറായി വരട്ടെ. അവരുടെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. അവരത്രയും കഷ്ടപ്പെടുകയല്ലേ, അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി തളർന്നു കിടക്കുകയല്ലേ. അത് കടന്ന് വരട്ടെ, തിരിച്ചു വരട്ടെ. എന്നിട്ട് നമുക്ക് അവരെക്കുറിച്ച് അപരാധവും അപവാദവും ഗുണവധികാരമൊക്കെ സംസാരിക്കാം. ഇപ്പം വിട്ടുകൊടുക്കുക.
ഇപ്പം അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരെ വിട്ടുകൊടുക്കുക, അവരെ വിടുക, വേട്ടയാടാതിരിക്കുക. എടാ, ഈ ലോകത്ത് ഈ രേണുസുതി മാത്രമാണോ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിനകത്തുള്ള ഏറ്റവും വലിയ കരട്? നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്ക്. പറയുമ്പോൾ വെളുപ്പിക്കാൻ വന്നു എന്നൊക്കെ ഉള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരും പലരും. അതുകൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഈ വീഡിയോ ചെയ്തു. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിൻ ആണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ പെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. 6 കീമോ എന്നൊക്കെ പറയുന്നു. ഒരു കീമോ താങ്ങത്തില്ല, അവിടെയാണ് 6 കീമോ. 6 കീമോ ഒക്കെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് ആ ശരീരത്തിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്ക്, എന്താണ് കീമോ ആഫ്റ്റർ എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു രോഗിയുടെ ഒരു അവസ്ഥ എന്നുള്ളത്. ഇപ്പം രേണുസുതി ഇപ്പോൾ ക്യാൻസറിനോടൊപ്പം മല്ലിടുന്നു, നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ട്രിവാൻഡ്രം RCC റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ ഭാഗത്തേക്ക് പരിസരത്തേക്ക് പോയിട്ടുണ്ടോ? അവിടുത്തെ രോഗികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അവരുടെ കൂട്ടിരിപ്പുകാരായിട്ട്, അവരുടെ കുടുംബത്തിൻ്റെ ബന്ധുക്കളുടെ, അവരുടെ ഉണങ്ങാത്ത മുറിവുകളുടെ, അവരുടെ കരച്ചിലിൻ്റെ, കരഞ്ഞ് തളർന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും പോയി തിരക്കിയിട്ടുണ്ടോ? നോട്ട് ഓൺലി രേണുസുതി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പം ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് മുടി വളർത്തിയിട്ട് മുറിച്ചത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഞാൻ മുടി വളർത്തിയതെന്നും എന്തിനാണ് എൻ്റെ അടുത്ത് മുടിയുടെ കാര്യം ചോദിച്ചിട്ട് എന്നെ മറ്റേ എന്താ പേര്, കഞ്ചാവ്, ഇന്നത്തെ ജീവിതത്തിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടുകൂടിയില്ല. ഓക്കെ, കഞ്ചാവ്, സിഗരറ്റ്, മറ്റത് മറിച്ച് എന്തൊക്കെയൊക്കെ പറഞ്ഞു. മുടി വളർത്തിയതിൻ്റെ പേരിൽ മാത്രം എനിക്ക് കിട്ടിയ കുറേ പേരുകളാണ്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ, അതെല്ലാം ഞാൻ ചിരിച്ചു തള്ളി. അതൊക്കെ പോട്ടെ, അവർ പറയട്ടെ, നമ്മുടെ അപ്പിയറൻസ് വെച്ച് പറയുന്നതല്ലേ, പോട്ടെ. വീണ്ടും ഞാൻ വളർത്തുന്നുണ്ട് കേട്ടോ, വീണ്ടും വളർത്തുന്നുണ്ട്. സോ ആ ഫസ്റ്റ് മുടി ഞാൻ മുറിച്ചിട്ട് ഞാൻ കൊടുത്തത് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി തന്നെയാണ് ഡൊണേറ്റ് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, അവരുടെ തലമുടി ഇല്ലാതാവുന്ന ആ അവസ്ഥയിൽ അവർക്ക് എന്തെങ്കിലും ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ. അത് വളരെ മാനുഷികമായിട്ട് ഏറ്റവും ചെറിയ രീതിയിൽ, വളരെ ചെറിയ കാര്യമാണ് ഞാൻ ചെയ്തേക്കുന്നത്. എൻ്റെ തലമുടി വളരും, അത് വളർത്തുന്നു, കൊടുക്കുന്നു. രണ്ടാമത് വീണ്ടും ഞാൻ വളർത്തുന്നു, വീണ്ടും കൊടുക്കണം. ജീവനോടുണ്ടെങ്കിൽ ഞാനിത് വളർന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും, അത്ര തന്നെ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരനുഭവിക്കുന്ന പെയിൻ നേരിട്ട് കണ്ടവനാ ഒരുപാട് പേരെ. അതിനകത്തുള്ള ഒരു അഭിഷേക് മോനെക്കുറിച്ച് ഞാൻ ഒരുപാട് തവണ എൻ്റെ ഈ ചാനൽ സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വളരെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ അഭിഷേക് മോൻ്റെ അമ്മയെക്കുറിച്ചും ആ സഹോദരനെക്കുറിച്ചും ഒരു അറിവില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടിട്ട് അത് കണ്ട ഒരാൾ ഇതുപോലെ എനിക്ക് ഇൻബോക്സ് മെസ്സേജ് ചെയ്തു, ആ അമ്മ സുഖമായിരിക്കുന്നു. വളരെ സന്തോഷം. കാരണം ആ കുട്ടിയെ ഞാൻ എൻ്റെ മടിയിലിരുത്തി ലാളിച്ച കുട്ടിയാണ്. അന്ന് അവരുടെ RCCയുടെ അടുത്ത് പോയിട്ട്, ഓക്കെ, ആ കുട്ടി ഇന്ന് ജീവനോടെ ഇല്ല, ആ കുട്ടിയുടെ അച്ഛനൊന്ന് ജീവനോടെ ഇല്ല. ആ കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അവർ സുഖമായിരിക്കുന്നു, അറിഞ്ഞതിൽ ചെറിയ കട എന്തൊക്കെ നടത്തുന്നതൊക്കെ പറയുന്നു. വലിയ സന്തോഷം. അവിടെ ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളടുത്ത് നിങ്ങൾ ജസ്റ്റ് വിളിച്ചെങ്കിലും ചോദിക്കുക. അല്ലെങ്കിൽ RCCയുടെ ചുറ്റുപാടൊക്കെ ചുമ്മാ നടന്നു നോക്ക്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായിട്ടുള്ളവർ, പ്രായത്തിൻ്റെ ഒന്നുമില്ല, ഭേദമില്ല ക്യാൻസർ വരാൻ. അവരുടെ വേദനയുണ്ടല്ലോ, അവരുടെ വേദന എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ആയിട്ട് ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്നാ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു. ഈ 2 ലക്ഷം രൂപയുടെ മരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ 2 ലക്ഷം രൂപയ്ക്ക് മരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരടുത്ത് നിങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോവുക. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര ലക്ഷം രൂപയുടെ ഒരു മെഡിസിൻ വരെ ഉണ്ടെന്ന് ചോദിക്കാം. കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ അത് എന്റെ ഒരു അപേക്ഷയാണ്. ഇതിപ്പോ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. നിങ്ങൾ ആരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. അവരുടെ ഇരിക്കുന്ന ഇരിപ്പാണ് ഈ അവസ്ഥയിൽ അവർ സംസാരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ക്രൂരത എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ക്രൂരതയാണ്. ഈ ദൈവം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാനതിനകത്തുനിന്ന് അധികം എൻ്റെ വ്യക്തിപരമായ താല്പര്യം ഞാനത് വിശ്വസിക്കുന്നില്ല. ഓക്കെ, അതിനെനിക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വീണ് കിടക്കുന്ന ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ അത് വീണ്ടും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ മനസ്സ് ആ ഒരു സാഡിസ്റ്റ് മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രേണു പറ്റിച്ചിട്ടുണ്ടോ, കുറ്റം ചെയ്തിട്ടുണ്ടോ, പറ. അത് ഈ സമയത്തല്ല പറയേണ്ടത്, ഈ സമയത്തല്ല നിങ്ങൾ കൂരമ്പുകൾ ചെയ്യേണ്ടത്. പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യക്തികളൊക്കെ ഇപ്പം വളരെ സുഖസൗകര്യങ്ങളോട് വളരെ വലിയ കുറേ അധികം ബന്ധങ്ങളിൽ പെട്ട് അവരുടെ സഹായ ഹസ്തങ്ങളുടെ അകത്തൊക്കെ കിടക്കുന്നുണ്ടല്ലോ. കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ, ഇപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല.
കുറച്ച് നാളോട് കഴിയട്ടെ, അതനുസരിച്ച് അത് കാര്യങ്ങൾ കാലം തെളിയിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇവിടെയും പറയുന്നത് രേണുവിൻ്റെ അടുത്ത് ഉള്ള കാര്യം പറയാമെന്ന് വെച്ചാൽ, രേണു സുധിയുടെ ഫാമിലിയോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഈ പാഴ് ജന്മങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത്? നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അത് സർവൈവ് ചെയ്ത് തിരിച്ചു വരുന്ന രേണുവിനെ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി കിട്ടുന്ന ഏറ്റവും വലിയൊരു മെസ്സേജാണ്. അത് എന്തുമാത്രമാണ് അതിൽ സഫർ ചെയ്തെന്നുള്ളതും അത് എങ്ങനെ റിക്കവർ ചെയ്ത് തിരിച്ചു വന്നു എന്നുള്ളതും അതിൽ നിങ്ങൾ ഊന്നി നിൽക്കുക. രേണു തിരിച്ചു വരേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമല്ല, ഒരു കുഞ്ഞിൻ്റെ ആവശ്യമാണ്. ഒരു അമ്മയെ തിരിച്ചു വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവക്കതായില്ല, എന്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എന്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. രേണുവിന്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പൊ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പൊ അതില് നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് ഫെസ്കോ 600 mg. എന്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള വിവാദമൊന്നും കേൾക്കരുതെന്ന്. അത് എന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടുകാർ എനിക്കിപ്പോ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എന്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ചുപേരെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ ക്രൂരതയുടെ പറയാതിരിക്കാൻ വയ്യ, വിട്ടുകളി. ഇത് വിട്ടുപിടി. എന്തിൻ്റെ വെറുപ്പിൻ്റെ പുറത്താണെങ്കിലും എന്ത് തരത്തിലാണെങ്കിലും ഇപ്പം വിട്ടുപിടിക്കേ. ഇപ്പം വേണ്ട, ഇപ്പം അവരെ വിട്. അവർ തിരിച്ചു വരട്ടെ. നിങ്ങൾക്ക് എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോ പറഞ്ഞോ. ഇപ്പം നിങ്ങൾ ഏതൊരു മനുഷ്യനും ഒന്ന് ചിന്തിക്കുക, ഇത് നിങ്ങളിലേക്കും വരാം കേട്ടോ. നാളെ നിങ്ങൾ ഒരു ദിവസം വീഴുന്ന ഒരു അവസ്ഥ വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദാരുണമായിട്ടുള്ള ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ സ്പോട്ടിൽ നിങ്ങൾക്ക് എത്ര പണം, എത്ര സാമ്പത്തികം ഉണ്ടാക്കി, എത്ര മുകളിൽ വെച്ചിട്ട് നിങ്ങൾ നിന്നിരുന്നാലും കിടന്നുറങ്ങിയിരുന്നാലും സമാധാനത്തിനെ പൂർണ്ണമായി കെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ചില മൊമെൻറ്റുകൾ വരും. അത് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ കൊണ്ടാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മളെന്നും ആ റിഗ്രറ്റിൻ്റെ അകത്ത് ജീവിച്ച് പശ്ചാത്തപിച്ച് നീറി ഒടുങ്ങേണ്ട അവസ്ഥ വരും. ഇതിൽ നിന്ന് വിട്ടുപിടി. ഞാനിത് കാര്യമായിട്ട് പറയുന്നത്. ഞാൻ മനുഷ്യരോട് പറയുക, എന്തെങ്കിലും ചെയ്യട്ടെ. കാണുന്ന കാഴ്ചകളെക്കാൾ എത്രയോ വലുതാണ് ആ കുടുംബം അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ. മനുഷ്യരും ഉണ്ട് കേട്ടോ, അവർക്ക് മനസ്സിലാവും. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത, ഒന്നിനും കൊള്ളാത്ത ചിലരുടെ സൈബർ ആക്രമണങ്ങൾക്ക് മുന്നിൽ തളർന്നു കൊടുക്കരുത്. നെഗറ്റീവ് കമൻറ്റുകളെയും വ്യാജ വാർത്തകളെയും അവഗണിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ഒരു വലിയ സമൂഹം നിങ്ങൾക്കൊപ്പമുണ്ട്. വേഗം സുഖം പ്രാപിക്കട്ടെ. കുറേ അധികം ആൾക്കാർ നല്ല കമൻറ്റ് ഇടുന്നുണ്ട്, അവരെ കൂടെ തന്നെ നിൽക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യാം, ആദ്യം ആ നാവൊന്ന് അടക്കി വയ്ക്കുക. അപ്പോൾ തന്നെ 90% പ്രശ്നങ്ങളും തീരും. പറയാനുള്ളത് ചേച്ചി പറയട്ടെ. നിങ്ങളുടെ വാവൊന്ന് അടക്കി വയ്ക്കുക. ഇറ്റ്സ് എ റിക്വസ്റ്റോ. പറയാനുള്ളത് ചേച്ചി പറയട്ടെ. എന്തൊക്കെയോ പറയുന്നു. ഇപ്പോൾ ഈ തള്ളയ്ക്ക് വിഗ്ഗും വേണ്ട, ഫോണും വേണ്ട, എയറിലാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും പുതപ്പിൻ്റെ ഉള്ളിൽ കയറി എന്തൊക്കെ പ്രഹസനങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. എൻ്റെ പൊന്നു, നിങ്ങൾക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ആൾക്കാരെല്ലാം ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നൂടെ ആ പാവത്തിനെ, നീ തിരിച്ച് വരും രേണു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നു. നമ്മുടെ സാക്ഷാൽ നമ്മുടെ വ്യാസൻ, അദ്ദേഹം മഹാഭാരതം അതുപോലെ തന്നെ കുറേയധികം ഇതൊക്കെ എഴുതിയിട്ട് അദ്ദേഹം ചമച്ചിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ഞാൻ എഴുതിയെങ്കിലും ഇതിനകത്തുള്ള മെയിൻ സത്ത എന്ന് പറയുന്നത് പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്നുള്ളതാണ്. അപ്പോൾ ഉപകാരം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അത് ഉപദ്രവിക്കാതിരുന്നുകൂടെ എന്നുള്ളൊരു ചോദ്യം മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. ഉപദ്രവിക്കുന്നവർക്ക് വീണ്ടും ഉപദ്രവിക്കാം കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാളോട് വെറുപ്പുണ്ട്, മറ്റൊരാളൊന്ന് പറയുകയാണ് നിങ്ങളത് ചെയ്യാതിരിക്കും എന്ന് പറഞ്ഞാലും ഇവരുടെ വെറുപ്പൊന്നും ഒടുങ്ങാനൊന്നും പോകുന്നില്ല. അവർ കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം അടിച്ചുകൊണ്ടേയിരിക്കും. കാരണം ബിക്കോസ് രേണുസുതി ഈസ് എ കോണ്ടന്റ് ആൻഡ് മറ്റേതൊരു വിഷയത്തിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ റവന്യൂ തരുന്നൊരു കോണ്ടന്റാണ് രേണുസുതി. അതുകൊണ്ട് ആ റവന്യൂ എത്രത്തോളം രേണുസുതി കൂടുതലായിട്ട് പോപ്പുലറായി നിൽക്കുമോ, ആ പേര് പോപ്പുലറായിരിക്കും, അത്രത്തോളം റവന്യൂ ലഭിക്കുന്നൊരു കോണ്ടന്റാണ് രേണുസുതി. അതുകൊണ്ട് തന്നെ അവരിനിപ്പോൾ മൃതപ്രായമായിരുന്നാലും അവർക്കിനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നാലും അതും നമ്മുടെ സമൂഹത്തിൽ കോണ്ടന്റ് ആവട്ടെ. അതിൽ നിന്നും ഒരുപാട് സാമ്പത്തിക വരുമാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യത്തോടെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് തിരിച്ചു വരികയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ബൈ.